ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അസസ്മെൻ്റ് ഓഫ് ഫേമിനകത്തുള്ള ആദ്യത്തെ 7 എക്സാമ്പിൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിനകത്തുള്ള 8ാമത്തെ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം അസസ്ഡ് ആസ് ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് 3:2:1. എയും ബിയും സിയും 3 പാർട്ട്നേഴ്സാണ്. 3:2:1 എന്ന പ്രൊപ്പോർഷനിലാണ് അവരുടെ പ്രോഫിറ്റും ലോസും അവർ ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഫേം അസസ്ഡ് ആസ് എ ഫേം എന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സെക്ഷൻ 184 സെക്ഷൻ 185 ഉണ്ട്. സെക്ഷൻ 184 ആണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് ആ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ സെക്ഷൻ 184 ആണെന്ന് പറഞ്ഞതിന് പകരമായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫേം അസസ്ഡ് ആസ് എ ഫേം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്ന് പറയുമ്പോൾ PFAS എന്ന സെൻസിൽ നമ്മൾ സെക്ഷൻ 184 അനുസരിച്ചുള്ള അസസ്മെൻ്റ് ആണെന്ന് വേണം ഇതിനെ മനസ്സിലാക്കാൻ. 2020 മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തേക്കുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് താഴെ പറയുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് ചെയ്ത ശേഷം 2,44,000 രൂപയാണ്. ഏതെല്ലാം ഐറ്റംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്? അതിലൊന്ന്, സാലറി ഓഫ് ₹4,000 പെർ മന്ത് പെയ്ഡ് ടു സി. പാർട്ട്ണർ സിക്ക് 4,000 രൂപ ഓരോ മാസവും സാലറി ആയിട്ട് കൊടുക്കും. രണ്ടാമത്, റെന്റ് ഓഫ് ₹19,000 പെയ്ഡ് ടു എ ഫോർ ദി പോർഷൻ ഓഫ് ബിൽഡിംഗ് ഓൺഡ് ബൈ എ in which the firm's office is situated. Fair rental value of building is ₹10,000. ഇവിടെ മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ, അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു ബിൽഡിംഗ്, അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫേം ഉപയോഗിക്കുന്നുണ്ട്, ഫേമിൻ്റെ ഓഫീസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 19,000 രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട റെൻറ്റ് മിസ്റ്റർ എക്ക് കൊടുക്കുന്നത്. എന്നാൽ ഇതിനകത്ത് പറയുന്നുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഫെയർ റെൻ്റൽ വാല്യൂ 10,000 രൂപയാണെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അതേ ലൊക്കേഷനിൽ ഇതേപോലുള്ള വേറൊരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ 10,000 രൂപയാണ് അതിന് വാല്യൂ വരിക, റെൻറ്റ് കൊടുക്കേണ്ടി വരിക. ആ സ്ഥാനത്താണ് 19,000 രൂപ മിസ്റ്റർ എക്ക് റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു റെൻറ്റ് കൊടുക്കുന്ന എമൗണ്ട് സ്വാഭാവികമായിട്ടും ഒരു പാർട്ട്ണർ ഓൺ ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിന് ഫേം റെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം അത് അലോബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. എന്നാൽ 10,000 രൂപക്ക് ഇതേ ബിൽഡിങ്, ഇതുപോലുള്ള ബിൽഡിംഗ് വാടക കിട്ടുമെങ്കിൽ 19,000 രൂപ മിസ്റ്റർ എക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ 9,000 rupees എക്സസീവ് പേയ്മെൻ്റ് ആണ്. ആ എക്സസീവ് പേയ്മെൻറ്റ് നമുക്ക് ഒരു അഡ്മിസിബിൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ കഴിയില്ല. ആ 9,000 എന്താണ്? ഇനഡ്മിസിബിൾ എക്സ്പെൻസ് ആയിട്ട് വേണം എടുക്കാൻ. മൂന്നാമത്തെ പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ഈസ് ₹1,000, 2,000 and 3,000 ടു മിസ്റ്റർ എ, ബി ആൻഡ് സി റെസ്പെക്റ്റീവ്ലി. അല്ലെ, 3 പാർട്ട്നേഴ്സിനും 10% വീതം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുന്നുണ്ട്. ഓരോരുത്തർക്കും വരുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എമൗണ്ട് 1,000, 2,000, 3,000 എന്ന രീതിയിലാണ് യഥാക്രമം എയും ബിയും സിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാങ്ങിച്ചിട്ടുള്ളത്. നാലാമത്, കമ്മീഷൻ ഓൺ സെയിൽ ടു ബി ഈസ് ₹40,000. ബി എന്ന് പറയുന്ന പാർട്ട്ണർക്ക് സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്മീഷൻ 40,000 രൂപ ഫേം എന്ന് കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്, expenses on current repairs of the business premises belonging to partner A is ₹1,000. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പാർട്ട്ണർ എയുടെ ഓണർഷിപ്പിലുള്ള ഒരു ബിസിനസ്സിൻ്റെ ബിൽഡിങ്ങിന് കറണ്ട് റിപ്പയറിംഗ് എക്സ്പെൻസസ് എന്ന പേരിൽ 1,000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പറയുന്നത്, ദ റെന്റ് എഗ്രിമെന്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പ്രൊവിഷൻ റിഗാർഡിംഗ് റിപ്പയർ ബൈ ദി ഫേം. എന്നാൽ ഈ റെന്റ് എഗ്രിമെൻറ്റിനകത്ത് എന്ന് പറയുമ്പോൾ മിസ്റ്റർ എയുമായിട്ടുള്ള ഈ ഫേമിൻ്റെ റെന്റ് എഗ്രിമെൻറ്റിനകത്ത് ഇതുപോലുള്ള റിപ്പയറിങ്ങിനുള്ള പ്രൊവിഷൻ പറയുന്നില്ല. എന്ന് പറയുമ്പോൾ അത് ഒരു ലീഗലായിട്ടുള്ള പേയ്മെൻ്റ് അല്ല ഈ 1,000 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇനഡ്മിസിബിളായ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കേണ്ട ഒരു ഐറ്റമാണെന്ന് ചുരുക്കം. ആറാമത്, ഡൊണേഷൻ ടു അപ്രൂവ്ഡ് ബോഡീസ് ₹5,000 ബൈ ചെക്ക്. അംഗീകൃത സ്ഥാപനങ്ങൾക്കോ മറ്റുമായിട്ട് 5,000 രൂപ ചെക്കായിട്ട് ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നതാണ്. ഏഴാമത് പറയുന്ന പോയിന്റ്, സാലറി ടു ബി സൺ ₹72,000. മിസ്റ്റർ ബി എന്ന് പറഞ്ഞ പാർട്ട്ണറുടെ മകന് സാലറി ആയിട്ട് ₹72,000 കൊടുക്കുന്നുണ്ട്. ബീസ് സൺ ഈസ് എ ക്വാളിഫൈഡ് മാനേജ്മെന്റ് ഗ്രാജുവേറ്റ് ആൻഡ് വാസ് സെർവിംഗ്
another concern on rupees 5,800 per month. മിസ്റ്റർ ബിയുടെ മകൻ എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു MBA ഗ്രാജുവേറ്റ് ആണ്, മാനേജ്മെന്റ് ഗ്രാജുവേറ്റ് ആണ്. അദ്ദേഹം മറ്റൊരു സ്ഥാപനത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ വർക്ക് ചെയ്തിരുന്നു 5,800 രൂപ മാസം സാലറി വാങ്ങിച്ചുകൊണ്ട്. ഇവിടെ ഇദ്ദേഹത്തിന് rupees 72,000 ആണ് സാലറി ആയിട്ട് കിട്ടുന്ന എമൗണ്ട്. അപ്പോൾ ഇവിടെ മിസ്റ്റർ ബിയുടെ മകൻ എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്ന പേയ്മെന്റ്, അദ്ദേഹത്തിന് ജോലിക്കുള്ള പേയ്മെന്റ് ആണ്. അത് ബിസിനസ് സംബന്ധിച്ച് അഡ്മിസിബിൾ ആയിട്ടുള്ള പേയ്മെന്റ് ആണ്. അതിനകത്ത് യാതൊരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും ആവശ്യമായിട്ട് വരുന്നില്ല. നെക്സ്റ്റ്, ദി നെറ്റ് പ്രോഫിറ്റ് ഓഫ് rupees 2,44,000 ഇൻക്ലൂഡഡ് rupees 12,000 ഫ്രം ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഇതുപോലെ ഈ rupees 2,44,000 എന്ന് പറഞ്ഞ നെറ്റ് പ്രോഫിറ്റിന്റെ എമൗണ്ട് കിട്ടിയിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന എമൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന rupees 12,000 കൂടെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് ഇത്രയും എമൗണ്ട് വന്നത് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ബിസിനസിന്റെ ഇൻകം അല്ലാതെ അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിനകത്ത് വരുന്ന ഐറ്റം ആണ്. അപ്പോൾ അത് നമുക്ക് ബിസിനസിന്റെ ഇൻകമായി കണക്കാക്കാൻ കഴിയില്ല. ആ എമൗണ്ട് നമ്മൾ ബിസിനസിന്റെ പ്രോഫിറ്റ് എന്ന് കുറക്കണം. ക്വസ്റ്റ്യനിൽ പറയുന്നത് കമ്പ്യൂട്ട് ഫേംസ് ടോട്ടൽ ഇൻകം ഫോർ അസസ്മെന്റ് ഇയർ 2020-21. ആൾസോ കമ്പ്യൂട്ട് പാർട്ട്നേഴ്സ് ഇൻകം ചാർജബിൾ ടു ടാക്സ് അണ്ടർ ദി ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഫേമിന്റെ ടോട്ടലിംഗ് കമ്പ്യൂട്ട് ചെയ്യണം. ഒപ്പം തന്നെ ഓരോ പാർട്ട്നേഴ്സിന്റെയും ഇൻഡിവിജ്വൽ ഇൻകത്തിൽ എത്രയാണ് അവരുടെ ബിസിനസിന്റെ ഇൻകമായിട്ട് കാണിക്കേണ്ടി വരിക, ഇതുമാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ്സ് കം ടു ദി കാൽക്കുലേഷൻ ഓഫ് ദി ടോട്ടൽ ഇൻകം ഓഫ് ദി ഫേം. അപ്പോൾ നമ്മൾ ആദ്യം നെറ്റ് പ്രോഫിറ്റിന്റെ എമൗണ്ട് ആസ് പെർ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് rupees 2,44,000 is the amount of net profit. Then that is taken into account, rupees 2,44,000. Then add the inadmissible items. First one, salary of rupees 4,000 per month to C. അല്ലേ, പാർട്ട്നേഴ്സിന്റെ സാലറി എമൗണ്ട് ആണ് 4,000 പെർ മന്ത് ആണ് അല്ലേ. Then 4,000 into 12, rupees 48,000 is salary to Mr. C. Then next, rent of rupees 19,000. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 19,000 ആണ് കൊടുക്കുന്നത്. പക്ഷെ 10,000 അതിന് സാധാരണ FRV ഉള്ളൂ. അപ്പോൾ 9,000 രൂപ എക്സസ് റെന്റ് ആണ്. എക്സസ് റെന്റ് എന്ന് പറയുന്നത് ഇൻഅഡ്മിസിബിൾ ആണ്, നമ്മൾ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. ദെൻ എക്സസ് റെന്റ് ടു മിസ്റ്റർ എ 19,000 മൈനസ് 10,000, ദാറ്റ് ഈസ് rupees 9,000. ദെൻ നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ഉള്ളൂ അല്ലേ. 12% വരെ അത് അലൗഡ് ആയതുകൊണ്ട് നമ്മളിവിടെ പ്രോഫിറ്റിന്റെ കൂടെ അതിനെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, കമ്മീഷൻ ഓൺ സെയിൽ ടു ബി. കമ്മീഷൻ റെമുണറേഷൻ ആണ്, പാർട്ട്നേഴ്സിന്റെ റെമുണറേഷൻ എമൗണ്ട് ആയതുകൊണ്ട് പ്രോഫിറ്റിന്റെ കൂടെ നമ്മൾ അതിനെ ആഡ് ബാക്ക് ചെയ്യണം. ദെൻ കമ്മീഷൻ ടു ബി rupees 40,000. നെക്സ്റ്റ് ഐറ്റം, എക്സ്പെൻസ് ഓൺ കറന്റ് റിപ്പയേഴ്സ് അല്ലേ. പാർട്ണർ എയുടെ ഓണർഷിപ്പിലുള്ള ബിൽഡിംഗിൽ റിപ്പയറിംഗ് ചാർജ് rupees 1,000 ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റെന്റ് എഗ്രിമെന്റിനകത്ത് അങ്ങനെ പ്രൊവിഷൻ ഇല്ലാത്തത് കൊണ്ട് അത് ഇൻഅഡ്മിസിബിൾ ആണ്, നമ്മളത് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. ദെൻ എക്സ്പെൻസസ് ഓൺ കറന്റ് റിപ്പയേഴ്സ് rupees 1,000 ഈസ് ആഡഡ്. ദെൻ നെക്സ്റ്റ്, ഡൊണേഷനും ചാരിറ്റീസും ഒക്കെ നമ്മൾ ബിസിനസിന്റെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഡൊണേഷന്റെ എമൗണ്ട്, ഡൊണേഷൻ ടു അപ്രൂവ്ഡ് ബോഡീസ് rupees 5,000, അതും ഇൻഅഡ്മിസിബിൾ ആണ്, നമ്മൾ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ബിയുടെ സണ്ണിന് കൊടുക്കുന്ന സാലറി എമൗണ്ട് എന്ന് പറയുന്നത് അലൗബിൾ ആയിട്ടുള്ള ബിസിനസിന്റെ എക്സ്പെൻസ് ആണ്. ഓക്കെ, അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് rupees 12,000 വരുന്നത് ബിസിനസിന്റെ ഇൻകം അല്ലാത്തത് കൊണ്ട് നമ്മൾ ആ എമൗണ്ട് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്ന് കുറക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് rupees 3,47,000 നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് rupees 12,000 ഡിഡക്ട് ചെയ്യുന്നു. Then 3,47,000 minus 12,000, book profit is rupees 3,35,000. പിന്നീട് നമ്മൾ ലെസ് റെമുണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് അല്ലേ. വർക്കിംഗ് പാർട്ട്നേഴ്സിന് റെമുണറേഷൻ എമൗണ്ട് എടുക്കുമ്പോൾ ഇതിൽ 2 റെമുണറേഷനാണ് നമ്മൾ കാണുന്നത്, സാലറി ടു സിയും അതുപോലെ തന്നെ കമ്മീഷൻ ടു ബിയും ആണ്. ദെൻ ആക്ച്വൽ റെമുണറേഷൻ 48,000 സാലറി ടു സി ആൻഡ് rupees 40,000 കമ്മീഷൻ ടു ബി. rupees 88,000 ആണ് ആക്ച്വൽ റെമുണറേഷൻ. Then statutory limit under section 40 subsection B. What about statutory limit? നമ്മൾ താഴെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബുക്ക് പ്രോഫിറ്റ് 3,35,000 രൂപയാണ്. അതിൽ ആദ്യത്തെ 3,00,000 90%, 2,70,000 രൂപയും ബാക്കി വരുന്ന 35,000 രൂപയുടെ 60% 21,000 രൂപയും കൂടെ നമ്മൾ കൂട്ടുമ്പോൾ rupees 2,91,000 ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്ന എമൗണ്ട്. സോ rupees 2,91,000 is taken into account.
88,000 or rupees 2,91,000, whichever is less. Rupees 88,000. That is deducted from rupees 3,35,000. Then profit from business is rupees 2,47,000. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ഹെഡ്സ് ഓഫ് ഇൻകം കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെ ആ ഹെഡ് ഓഫ് ഇൻകം കൂടെ ആഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സസ് അല്ലെ, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് rupees 12,000. Then gross total income is rupees 2,59,000. ഇവിടെ നമ്മൾ ഒരു ഡൊണേഷൻ എമൗണ്ട് ഈ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. ഡൊണേഷൻ ടു അപ്രൂവ്ഡ് ബോഡീസ് അല്ലെ, അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 80G പ്രകാരം ഡിഡക്റ്റബിൾ ആണ്. അതൊരു വിത്ത് ലിമിറ്റ് 50% ഐറ്റം ആയിട്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. അതൊരു വിത്ത് ലിമിറ്റ് ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ലിമിറ്റിനെ കുറിച്ച് നമ്മളൊന്ന് ബോധർ ചെയ്യണം. ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് എല്ലാം കുറച്ച ശേഷമുള്ള എമൗണ്ട് ആണ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം rupees 2,59,000 ആണ്. അതിന്റെ 10% എടുക്കുമ്പോൾ rupees 25,900 അല്ലേ, 25,900 rupees ആണ് ലിമിറ്റ് വരിക അല്ലേ. ആ ലിമിറ്റിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് മാത്രമേ എന്തുള്ളൂ, ഈ ഡൊണേഷൻ ഉള്ളൂ. ആകെ 5,000 രൂപ ഡൊണേഷൻ ഉള്ളൂ. 25,900 രൂപ വരെ ലിമിറ്റ് ഉണ്ട്, അതിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ലിമിറ്റിൽ താഴെ മാത്രം വരുന്ന ഐറ്റം ആയതുകൊണ്ട് ഡൊണേഷൻ ഒരു 50% കാറ്റഗറി ആയതുകൊണ്ടും ഡൊണേഷൻ കൊടുക്കുന്ന എമൗണ്ടിന്റെ 50% നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 80G പ്രകാരം കുറക്കാം. ദെൻ 5,000 into 50% rupees 2,500 ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകം ആണ് ഈ ഫേമിന്റെ ടോട്ടൽ ഇൻകം 2,56,500 എന്ന് പറയുന്ന എമൗണ്ട്. ഈ എക്സാമ്പിളിനകത്ത് മറ്റൊരു കാര്യം പറയുന്നത് ടാക്സബിൾ ഇൻകം ഓഫ് പാർട്ട്നേഴ്സ് ഫ്രം ദ ഫേം അല്ലേ. അവരുടെ ബിസിനസ് എന്ന ഹെഡിന് താഴെ വരുന്ന പാർട്ട്നേഴ്സിന്റെ ടാക്സബിൾ ഇൻകം കൂടെ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ 10% ഇൻട്രസ്റ്റ് ആകെ കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് മുഴുവൻ ഇൻട്രസ്റ്റ് എമൗണ്ട് ഫേമിന് അലൗഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പാർട്ട്നേഴ്സിന്റെ ഇൻഡിവിജ്വൽ ഇൻകത്തിനകത്ത് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ പാർട്ട്നേഴ്സിന്റെയും കിട്ടിയ എമൗണ്ട് 1,000, 2,000, 3,000 എന്ന രീതിയിലാണ് എയും ബിയും സിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാങ്ങിച്ചിട്ടുള്ളത്. അത് നമ്മൾ അതാത് പാർട്ട്നേഴ്സിന്റെ ഇൻഡിവിജ്വൽ ഇൻകത്തിനകത്ത് ആഡ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ A 1,000, B 2,000 ആൻഡ് C rupees 3,000. നെക്സ്റ്റ് റെമ്യൂണറേഷൻ ടു സാലറി ടു സി ആണ് അല്ലെ. സി കൊടുക്കുന്ന 48,000 രൂപ നമ്മൾ സിയുടെ ടാക്സബിൾ ഇൻകം ആയിട്ട് സാലറി ആയിട്ട് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ കമ്മീഷനായിട്ട് ബിക്ക് കൊടുക്കുന്ന എമൗണ്ട് അല്ലെ, rupees 40,000 കമ്മീഷൻ ബിക്ക് കൊടുക്കുന്നുണ്ട്. ആ എമൗണ്ട് നമ്മൾ ബിയുടെ ഇൻകം ആയിട്ട് കമ്മീഷനായിട്ട് എടുക്കും. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ 3 പാർട്ട്നേഴ്സിന്റെയും ബിസിനസിന്റെ ഹെഡിനകത്ത് വരുന്ന ഇൻകം കിട്ടുന്നത് 1,000, 42,000, 51,000 ആണ്. ഓക്കെ, താങ്ക് യു.